ഹലോ, ഇതാണ് കേട്ടോ വാർപ്പെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ വാർപ്പെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് വാർപ്പെന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഭാഗം വാർത്തിട്ടുണ്ട്. ഈ കമ്പി കെട്ടിയ ഭാഗം കൂടി ഫുള്ളും വാർക്കാനുള്ളതാണ്. അപ്പോൾ വാർപ്പിൻ്റെ ഒന്ന് ചുറ്റുവട്ടത്തുള്ള വീട്ടുകാരോടെല്ലാം പറയും, അതിലെ കുടുംബക്കാരോടെല്ലാം പറയും. അങ്ങനെ വന്നൊരു കുടുംബക്കാരാണ് കേട്ടോ അവിടെ. ഇതാണ് ഈ വാർപ്പിൻ്റെ ഇടയിൽ വെക്കാനുള്ള കല്ലാണ് കേട്ടത്. കമ്പി പൊക്കി വെക്കാനുള്ള കല്ലാണിത്. അപ്പോൾ ഇതാണ് ഇവിടെ ഇപ്പോൾ പണ്ട് മുമ്പ് കാലത്തെല്ലാം ഇതുപോലെ കമ്പി കുത്തലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് വൈബ്രേഷൻ അടിക്കലാണ്. അതവിടെ വൈബ്രേറ്റ് ചെയ്തെല്ലാം താത്തുന്നുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് എല്ലാവരും ഇതിങ്ങനെ കുത്തലായിരുന്നു. അപ്പോൾ ഇതിന് വാർപ്പിനോട് ചെല്ലുമ്പോൾ കൂടുതൽ ആൾ വേണ്ടായിരുന്നു. എല്ലാവരും ഇത് കമ്പി കുത്താനായിട്ടൊക്കെ നിന്ന് കൊടുത്തിരുന്നു. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇത് താഴത്തെ രണ്ടാം നിലയിലാണ് വാർപ്പ് നടക്കുന്നത്. ഹിന്ദിക്കാർ ചട്ടി കൈമാറ്റം ചെയ്തിട്ടാണ് വരുന്നത്. ഈ കാണുന്നതാണ് ചട്ടി. ഈ കാണുന്ന ചട്ടിയിൽ എന്ന് പറഞ്ഞാൽ കാണുന്നത് പോലെ നല്ല അളവ്. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ കോൺക്രീറ്റ് നടക്കുന്ന സ്ഥലം. ഇവിടെ വാർപ്പ് മണലിലാണ് നടക്കുന്നത്. എംസാൻഡിനും മണലിനും 500 രൂപയുടെ വ്യത്യാസമുള്ളൂ. പക്ഷേ എംസാൻഡ് വെച്ചാൽ ഫുള്ളും വേസ്റ്റ് ഇല്ലാതെ എടുക്കാൻ പറ്റും. മണൽ തരിക്കാനുള്ള കൂലിയും കൊടുക്കണം, ഇച്ചിരി വേസ്റ്റും പോവും. അപ്പോൾ മിക്സ് ആക്കിയതിന് ശേഷം ഇതിൽ തട്ടിയിട്ടുണ്ടാവും. ഇതിന് തട്ടിയെന്ന് ഈ ഷവ്വൽ കൊണ്ട് കോരി കൊടുത്തുകൊണ്ട് അങ്ങനെ പോകുന്നത്. ഇത് മിക്സ് ആക്കിയിട്ടുള്ള സിമെൻറ്റ് എടുക്കുക കേട്ടോ. ഒരു ചാക്ക് എടുത്ത് സെൻറ്റർ മുറിച്ച് കഴിഞ്ഞാൽ 2 മിക്സിങ് നടക്കും. ഇതാണ് ഒരു മിക്സിങ്ങില്ലേ. ഇത് ACCൻ്റെ വാട്ടർ പ്രൂഫ് സിമെൻറ്റാണ് കേട്ടോ വാർപ്പിന് ഇവിടെ എടുക്കൽ. മെഷീനിൽ മിക്സിങ് വരുന്നത് വെച്ചാൽ 5 കൊട്ട മെറ്റലും 2 കൊട്ട മണലും അരച്ചാക്ക് സിമെൻറ്റും ആണ് ഇവിടെ മിക്സിങ് വരുന്നത്. 2 നേരം ഫുഡ് ഉണ്ടാവും കേട്ടോ. ഒന്ന് 10 മണിക്കുള്ള ചായ, പിന്നെ കഴിഞ്ഞിട്ടുള്ള ബിരിയാണി. അങ്ങനെ ഭായിമാർ പറഞ്ഞ് പൊറോട്ടയും ചിക്കൻ കറിയൊന്നും വേണ്ട, അവർക്ക് ഇപ്പോൾ കഞ്ഞിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ കഞ്ഞി ഉണ്ടാക്കിയേണ്ടത്. കഞ്ഞി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് കഞ്ഞി, നല്ല പയറുപ്പേരി ചമ്മന്തി ഉണ്ടായിരുന്നു. ഭായിമാർക്ക് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ നമ്മുടെ പയറുപ്പേരിയും ചമ്മന്തിയാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറഞ്ഞ് പഴയ കാലത്ത് പ്ലാവിൽ ഉപയോഗിച്ചായിരുന്നു കഞ്ഞി കുടിച്ചിരുന്നത്, അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണെന്ന് പറഞ്ഞിട്ട് പ്ലാവിലെടുത്താണ് കേട്ടോ കഞ്ഞി കുടിക്കണേ. പറയുന്നുണ്ട് പണ്ടത്തെ പ്ലാവിലേൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം 2 മണിയായപ്പോൾ നമ്മൾ വാർപ്പ് കഴിഞ്ഞിട്ടോ. വാർപ്പ് കഴിഞ്ഞാൽ എല്ലാവരും കയ്യും കാലൊക്കെ കഴുകി വരുമ്പോഴത്തേന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ ചെമ്പ് പൊട്ടിക്കുക, ബിരിയാണി ചെമ്പ്. അപ്പോൾ നമുക്ക് താഴെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി വെക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ ബിരിയാണി ചെമ്പ് പൊട്ടിക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ മലപ്പുറം ജില്ലയിലെ വാർപ്പ് ഇങ്ങനെയാണ് കേട്ടോ.